കേന്ദ്ര സർക്കാരിന്റെ കടൽ ഖനന നയത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പാർലമെന്റ് പ്രതിഷേധ മാർച്ച് ഇന്ന് ദില്ലിയിൽ നടക്കും. രാവിലെ 11 മണിക്ക് ജന്തർ മന്ദറിലാണ് പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. സിബി ജോസഫ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സിബി, കേരളത്തിൽ നിന്നുള്ള ഇടത് UDF എംപിമാരും തദ്ദേശ മണ്ഡലങ്ങളിൽ നിന്നുള്ള MLA-മാരും ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. സിബി, കേൾക്കാമോ? ആര്യ, തീർച്ചയായും ഇന്നിപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ഒരു വലിയ സമരത്തിനാണ് ഇന്നിപ്പോൾ പാർലമെൻറ്റ് മാർച്ചിലാണ് സാക്ഷിയാകാൻ പോകുന്നത്. എന്തായാലും കടൽ മണൽ ഖനനത്തിനെതിരെയാണ് കേന്ദ്ര നീക്കം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഇപ്പോൾ PP ചിത്തരഞ്ജൻ MLA കൂടി ഉണ്ട്. ഒരു രാജ്യ തലസ്ഥാനത്ത് ഒരു സമരം നയിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കടൽ മണൽ ഖനനം എന്ന് പറയുന്നത് നമുക്കറിയാം, കൊല്ലം ഉൾപ്പെടെ വലിയ മത്സ്യസമ്പത്ത് നഷ്ടപ്പെടുകയും തീരദേശവാസികളെല്ലാം തന്നെയും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു നീക്കം കൂടിയാണ്. എങ്ങനെയാണ് നിങ്ങളുടെ സമരമാർഗം? എങ്ങനെയാണ് കടൽ മണൽ ഖനനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന നിലയിൽ വിവിധങ്ങളായ ക്യാമ്പയിനുകൾ ഇതിൻ്റെ ഭാഗമായി നടത്തിയിട്ടുണ്ട്. നിരവധി സെമിനാറുകൾ, അതിൽ ഉരുത്തിരിഞ്ഞ് വന്ന അഭിപ്രായങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാരിസ്ഥിതിക പഠനം പോലും നടത്താതെ ഇങ്ങനെ ഒരു നടപടിയുമായി മുന്നോട്ട് പോയാലുണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. കേരളത്തിലെ മുഴുവൻ മത്സ്യത്തൊഴിലാളികളും പണിമുടക്കിക്കൊണ്ട് ഹർത്താൽ ആചരിച്ചു. അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ പല സമരമാർഗങ്ങളും വിവിധ സംഘടനകൾ നടത്തി. ഇതിനെല്ലാം ശേഷമാണ് നമ്മളിപ്പോൾ പാർലമെൻറ്റിന് മുന്നിലേക്കൊരു മാർച്ചിലേക്ക് എത്തുന്നത്. പക്ഷേ ഇന്നലെയും ഡോക്ടർ ജോൺ ബ്രിട്ടാസിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രിയുടെ മറുപടി നിരാശാജനകമാണ്. അവർ പറയുന്നത് ഖനന പ്രക്രിയയുമായി മുന്നോട്ട് പോകും, മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ നഷ്ടത്തിനനുസരിച്ചുള്ള നഷ്ടപരിഹാരം കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ്. അങ്ങനെ ഒരു നഷ്ടപരിഹാരമല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യാഘാതം മനസ്സിലാക്കി നടപടി തന്നെ പിൻവലിക്കുവാൻ തയ്യാറാകണമെന്നുള്ളതാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ആക്ഷേപിക്കുന്ന നിലയിൽ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞത്, ഇതിൻ്റെ പഠനം നടത്തുന്നതിന് വേണ്ടി ഈ കരാർ ആർക്കാണോ ആ കമ്പനിക്കാർ പാരിസ്ഥിതിക പഠനം നടത്തും എന്ന് പറഞ്ഞാൽ കുറുക്കൻ്റെ കയ്യിൽ കോഴിയെ കൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതൊന്നും ഞങ്ങൾക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ ഖനന നടപടിയിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ് പിന്മാറണം. ആ പിന്മാറ്റുന്നതിന് വേണ്ടിയുള്ള ശക്തമായ മത്സ്യത്തൊഴിലാളികളുടെ പ്രതിരോധം, ആ പ്രതിരോധത്തിൻ്റെ ഭാഗമാണ് ഇവിടുത്തെ ഇന്നത്തെ സമരം. തുടർന്ന് നടക്കാൻ പോകുന്ന കേന്ദ്ര ഗവൺമെൻറ് നിലപാട് മാറ്റുന്നില്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭണത്തിന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ രംഗത്ത് വരും. എന്തായാലും LDF-ഉം UDF-ഉം ഒരുമിച്ച് ആണ് ഈ ഒരു സമരവുമായി മുന്നോട്ട് പോകുന്നത്. LDF-ൻ്റെയും UDF-ൻ്റെയും MPമാരടക്കം ഈ ഒരു സമരത്തിൻ്റെ ഭാഗമാകുകയും ചെയ്യും. ഇപ്പോൾ മുൻ MP കൂടിയ TN പ്രതാപൻ കൂടി ചേരുകയാണ്. ഒരു പരിസ്ഥിതി ആഘാത പഠനം നടത്തും എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത്. അതും ടെൻഡർ നൽകുന്ന കരാറുകാരൻ തന്നെ ഒരു പരിസ്ഥിതി ആഘാത പഠനം നടത്തുന്നൊരു വൈരുദ്ധ്യം കൂടിയുണ്ട്. ഞങ്ങളുടെ ഡിമാൻഡ് ഈ പദ്ധതി തന്നെ ഉപേക്ഷിക്കണം എന്നാണ്. ഇല്ലാത്ത പദ്ധതിക്ക് പിന്നെ എന്തിനാ പരിസ്ഥിതി ആഘാത പഠനം? ഈ പദ്ധതി ഞങ്ങൾ അംഗീകരിക്കില്ല. ഈ പദ്ധതി ഉപേക്ഷിക്കണം. ഇതാണ് ഞങ്ങളുടെ പ്രധാന ഡിമാൻഡ്. കേരളത്തിൻ്റെ മാത്രമല്ല, ഞങ്ങൾ കേരളത്തിൻ്റെ ഡിമാൻഡ് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് ഗുജറാത്തിലായാലും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലായാലും ഇന്ത്യയിൽ കടൽ മണൽ ഖനനം പാടില്ല. ഈ ലോകത്തിലെ പല രാജ്യത്തും കടൽ മണൽ ഖനനം നടത്തിയ രാജ്യങ്ങളെല്ലാം അതിന് ദുരന്ത ഫലങ്ങൾ അനുഭവിച്ച് അത് വേണ്ടെന്ന് വെച്ചു. ചൈന, ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള ലോകത്തിലെ പല രാജ്യങ്ങളും അതിന് പിന്നോട്ട് പോയി. ഇപ്പോൾ ഇവർ അങ്ങനെ പിന്നോട്ട് പോയ രാജ്യങ്ങളുടെ കോപ്പി അടിച്ചുകൊണ്ടാണ് ചങ്ങാത്ത മുതലാളിമാർക്ക് വേണ്ടി ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അദാനി, അംബാനി ഉൾപ്പെടെയുള്ള ചങ്ങാത്ത മുതലാളിമാരെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പദ്ധതി. ഒരു കാര്യം ഞങ്ങൾ അംഗീകരിക്കില്ല. ഇതിന് ഇനി ഏൽപ്പിച്ച കമ്പനി, ടെൻഡർ കിട്ടിയ കമ്പനി പരിസ്ഥിതി ആഘാത പഠനത്തിന് വന്നാൽ അവരെ കടലിലിറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പരിസ്ഥിതി ആഘാത പഠനത്തിന് കടലിലിറങ്ങാൻ വേണ്ടേ? മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൻ്റെ കരുത്ത്, തണ്ട് വലിച്ച കൈയാണ്, വല വലിച്ച കൈയാണ്. അവരുടെ കയ്യിൻ്റെ കരുത്ത് അവർ തിരിച്ചറിയും. കേന്ദ്ര സർക്കാരുമായി ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറല്ല അല്ലേ? ഇത്ര വലിയ പ്രക്ഷോഭം ഈ രാജ്യത്ത് നടന്ന് ഞങ്ങളെല്ലാവരും കൂടി മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിക്കടക്കം ഞങ്ങളെല്ലാവരും കൂടി കത്ത് കൊടുത്തു, ഒരുമിച്ച് എല്ലാ ട്രേഡ് യൂണിയനുകളും കൂടി ഒപ്പിട്ടിട്ട്. എന്നിട്ട് പോലും ഒരു ചർച്ചയ്ക്ക് മത്സ്യത്തൊഴിലാളി വിളിച്ചിട്ടില്ല. കൊച്ചിയിൽ നടന്ന റോഡ് ഷോയിൽ ചർച്ച നടത്തിയെന്ന് പറയുന്നുണ്ട്. അല്ലെ ഏതെങ്കിലും RSSൻ്റെ വല്ല കാര്യാലയത്തിൽ നിന്ന് ആരെയും കൊണ്ടുവന്ന് ചർച്ച നടത്തിയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കോർഡിനേഷൻ കമ്മിറ്റി അത്
ഇതാണ് കേരളത്തിലെ കോർഡിനേഷൻ കമ്മിറ്റി. ഞങ്ങളുടെ LDF UDF എന്ന വ്യത്യാസമില്ലാതെ, മതസാമുദായിക സംഘടന വ്യത്യാസമില്ലാതെ, ബോട്ട് ഓണേഴ്സും വള്ളം ഓണേഴ്സും ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടി ചേർന്നൊരു ഓർഗനൈസേഷനാണ് കേരളത്തിലെ ഫിഷർമാൻ കോർഡിനേഷൻ കമ്മിറ്റി. ഞങ്ങളത് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു റോഡ് ഷോ അവിടെ നടന്നതും ആ റോഡ് ഷോയ്ക്ക് ഞങ്ങളാരും വിളിച്ചിട്ടുമില്ല, ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. കള്ളം പറയാണ്, പച്ച നുണ പറയാണ്, വായെടുത്ത നുണ പറയാണ് കേന്ദ്രത്തിലെ ഖനന മന്ത്രാലയത്തിൻ്റെ മന്ത്രി. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ 11 മണിയോടെയാണ് ഈ ഒരു ജന്തർ മന്ദിറിലുള്ള ഈ ഒരു സമരം ആരംഭിക്കുക. എന്തായാലും LDFിൻ്റെയും UDFിൻ്റെയും MP മാർ പങ്കെടുക്കും. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP, ശിവദാസ് MP അടക്കമുള്ള ഇടതുപക്ഷ MP മാരും KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസിൻ്റെ MP എല്ലാം തന്നെയും ഇതിൻ്റെ ഭാഗമാകുകയും ചെയ്യും. വലിയ പ്രതിഷേധത്തിലാണ് രാജ്യതലസ്ഥാനത്ത് ഈ ഒരു കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര നീക്കം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമാണ് രാജ്യതലസ്ഥാനത്ത് അരങ്ങേറാൻ പോകുന്നത്. ആര്യ, പ്രതിഷേധത്തിനാണ് കേരളത്തിൽ നിന്നുള്ള LDF UDF MP മാരും തീരദേശ മണ്ഡലങ്ങളിൽ നിന്നുള്ള MLA മാരും പങ്കെടുക്കുന്ന ഈ പ്രതിഷേധ മാർച്ചോടെ നടക്കാൻ പോകുന്നത്. 11 മണിയോടെയാണ് പ്രതിഷേധ മാർച്ച് നടക്കുക. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.